ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ മോട്ടോഴ്സ് സർപ്രൈസ് ആയിട്ട് അവരുടെ പുതിയ ടിയാഗോ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അൺവെയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അൺവെയിൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഡിസൈൻ മാത്രം, ഇന്റീരിയർ ഇതുവരെ കാണിച്ചിട്ടില്ല. എന്തായാലും ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് അവർ കഴിഞ്ഞ ഒരു 1-2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയ് 28 എന്നുള്ള കാര്യം. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ കൂടെ ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഡിസൈനിലേക്ക് കിടക്കാം. ഞാൻ എന്തായാലും ഇന്ന് ഒറിജിനലി ഇടാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പുതിയ മാരുതി സുസുക്കിയുടെ YMC ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനത്തിനെ പറ്റിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ടിയാഗോ വന്നപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിനെ പറ്റിയായിരുന്നോ നമ്മൾ സംസാരിക്കേണ്ടത്. മറ്റേ വീഡിയോനെ എപ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല, കാരണം നാളെ സിറ്റിയുടെയും ZRBയുടെ ഒക്കെ ലോഞ്ചാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പറ്റുള്ളൂ. എനിവേ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വണ്ടിയിൽ ഫോക്കസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് അവർ ജനറേഷൻ, അതായത് ന്യൂ ജെൻ ടിയാഗോ എന്നാണ് പറയുന്നത്. എനിക്കിതിനകത്ത് ന്യൂ ജെൻ ആയിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, കാരണം സെയിം പ്ലാറ്റ്ഫോം ആണ്. സൈഡ് ബോഡി പാനൽസ് എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. അവർ വളരെ ഫേസ് ലിഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ബേസിക്കലി 2023 നെക്സോണിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നല്ലോ, അതൊരു മേജർ ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. അതിനനുസരിച്ചാണ് അവർ ബാക്കി എല്ലാ വണ്ടികളും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ ഹാരിയർ സഫാരി ആയിക്കോട്ടെ, നമ്മുടെ അൾട്രോസ് ആയിക്കോട്ടെ, ഈവൻ അവർ ടിയാഗോയും ടിഗോറും കഴിഞ്ഞതിന് മുന്നത്തെ വർഷം എന്താണ് ചെറിയ മൈനർ ഫേസ് ലിഫ്റ്റ് അല്ലെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇൻറ്റീരിയർ സ്ക്രീൻസ് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തതായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഡിസൈനിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് കുറച്ചുകൊണ്ട് സ്ലിക്ക് ആയിട്ടുണ്ട്. നേരത്തെ കുറച്ച് വലിയ ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. ആൻഡ് LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ ലാസ്റ്റ് അപ്ഡേറ്റിലാണ് വന്നത്. പക്ഷേ പ്രൊജക്ടറൊന്നും അല്ല, നമുക്ക് ഇതിനകത്തൊരു നോർമൽ റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള LED സെറ്റപ്പാണ് കിട്ടുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് LED DRLs കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് DRLs ഒന്നും എൻ്റെ ഫ്രണ്ടിൽ വരുന്നില്ല, വിച്ച് ഇസ് ഫൈൻ. അതങ്ങനെ വലിയൊരു ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നമുക്ക് എന്തായാലും ഹെഡ്ലൈറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈനും ഒരു മൊത്തത്തിലൊന്ന് റീഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് അവർ ആ എൻഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അഗൈൻ കൊള്ളാം. LED ആണെന്ന് തോന്നുന്നു, കാരണം ഭയങ്കര ചെറുതാണത് കാണാനായിട്ട്. ആൻഡ് നമുക്ക് ഇതിനകത്ത് ഭൂരിഭാഗം ബോഡി കളർ പാനൽസ് ആണുള്ളത്. പിന്നെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. മൊത്തത്തിലൊരു റൗണ്ട് ഷേപ്പാണ്. അതായത് ടോപ്പിൽ നിന്ന് തുടങ്ങി ബോട്ടം വരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഇരിക്കുന്നത്, ഭയങ്കര സ്ക്വയർഡ് പോലത്തെ ഷേപ്പല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അഗൈൻ അതും കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടിയിൽ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അത് നിങ്ങൾ ഫ്രണ്ടിലെ മിററിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബൾജിങ് കാണാം. അതുപോലെ ഗ്രില്ലിൻ്റെ താഴെ നമുക്ക് ഫ്രണ്ടിൽ ബൾജിങ് ഉണ്ട്. സോ ബാക്കിലും എല്ലാം കൂടെ ആയിട്ട് 360 ഡിഗ്രി ക്യാമറ ഒരു കഴിഞ്ഞ അപ്ഡേറ്റിൽ ടിഗോറിൽ കൊടുത്തായിരുന്നു, ടിയാഗോയിൽ കൊടുത്തില്ല. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ടിയാഗോയിലും ഇത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. അതായത് ബോഡി പാനൽസ്, സാധനങ്ങൾ, ഡോർസ്, ഡോർ ഹാൻഡിൽ, ORVMസിൻ്റെ ഡിസൈൻ എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ആകെപ്പാടെ വ്യത്യാസം പറയാൻ പറ്റുന്ന അലോയ്സിൻ്റെ കാര്യത്തിലാണ്. അതിനകത്ത് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോഴും ഒരു ഡ്യുവൽ ടോൺ പാറ്റേണിലുള്ള അലോയ് വീൽസ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ചാണ്. പിന്നെ ഈ വണ്ടിക്ക് 15 ഇഞ്ചൊക്കെ തന്നെ ധാരാളമാണ്, കാരണം സ്വിഫ്റ്റിൽ വരെ മാരുതി സുസുക്കി 15 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ഈ വണ്ടിയിൽ കുറേ കാലം മുന്നേ, അതായത് ഏകദേശം 2018-19 തൊട്ട് എങ്ങാണ്ട് ഒരു 15 ഇഞ്ച് കൊടുക്കുന്നതാണ്. സോ കാണാനൊന്നും സൈസ് വൈസ് ഒരു രീതിയിൽ നമുക്ക് അണ്ടർടേഡ് ആയിട്ട് തോന്നില്ല. ഇനിയിപ്പോൾ ബാക്കിലത്തെ ഡിസൈൻ എടുക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അവർ കണക്റ്റഡ് ടെയിൽ ലാമ്പ് പോലെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതുവരെ ടിയാഗോയിൽ കണക്റ്റഡ് ടെയിൽ ലാമ്പ് വന്നിട്ടില്ല. ഇൻഫാക്ട് ടിയാഗോയുടെ ബാക്കിലത്തെ ഡിസൈൻ അവർ കുറേ കാലത്തിന് ശേഷം 2016 എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും അവർ എപ്പോഴൊക്കെ ഫേസ് ലിഫ്റ്റ് ഉണ്ടെന്ന് അപ്പോഴൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു മേജർ ചേഞ്ച് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ബാക്കിലും ഒരു കണക്റ്റഡ് ഇതുപോലെ അവർ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ലൈറ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ബാക്കി സൈഡിലുള്ള ലൈറ്റ്സ് എല്ലാം LED ആക്കിയിട്ടുണ്ട്. അതും കാണാൻ കൊള്ളാം. ആൻഡ് താഴത്തെ ബമ്പറിൻ്റെ ഡിസൈൻ എഗെയിൻ മാറ്റിയിട്ടുണ്ട്. റിഫ്ലക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. സോ ബാക്ക് കാണാനും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൽ കണ്ട പോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ബാക്ക് അവർ മാറ്റിയിരിക്കുന്നത്. ആകെ പഞ്ചിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്തതില്ല. അത്ര ഡിഫറൻസ് ഉള്ളൂ. ഇതാണ് നമ്മുടെ നോർമൽ ടിയാഗോ, അതായത് പെട്രോൾ എഞ്ചിൻ ഓർ CNG ഓപ്ഷനുള്ള ടിയാഗോയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ വരുന്നത്. ഇനി ഇലക്ട്രിക് വണ്ടിയുടെ ഡിസൈനും അവർ ആക്ച്വലി കാണിച്ചിട്ടുണ്ട്. ഇതും നല്ല വ്യത്യാസമുണ്ട്. നേരത്തെ ടിയാഗോ EVയും നോർമൽ ടിയാഗോയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് കളറ്, പിന്നെ കുറച്ച് EV ബാഡ്ജ്, അലോയ് വീൽസിൻ്റെ ഡിസൈൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. അവർ എല്ലാവരും ടിയാഗോ EV കണ്ട മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു ഇങ്ങനൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് നോർമൽ ടിയാഗോയുടെ നടുവിലൊരു ബ്ലാക്ക് എലമെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഫംഗ്ഷണലായിട്ട് എയർ വെൻസോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആക്കിയാലും കുഴപ്പമില്ല. സോ ഇതിപ്പോൾ ബോഡി കളറായിട്ടാണ് ടിയാഗോ EVയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കാണുമ്പോൾ മൊത്തത്തിലൊരു ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ താഴത്ത് ബമ്പറിൻ്റെ അവിടെ ഉണ്ടായിരുന്നൊരു ഡിസൈനും ഒരു ബ്ലാക്ക് പോർഷൻ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവിടെയും ബോഡി കളർ ആക്കിയിട്ടുണ്ട്. സോ വണ്ടി മൊത്തത്തിലൊരു ബോഡി കളർ തീമിലാണ് പിടിച്ചിരിക്കുന്നത്. ആകപ്പാടെ സൈഡിലൊരു ചെറിയ എയർ വെൻറ്റ് പോലത്തെ ഡിസൈൻ മാത്രമാണ് നമുക്ക് ബ്ലാക്ക് കളറിൽ കിട്ടുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പോൾ ബോഡി കളർ ആയിട്ടാണ് കിട്ടുന്നത്. ഹെഡ് ലാംപ്സ് നമ്മൾ നോർമൽ ടിയാഗോയിൽ കണ്ട പോലെ തന്നെയാണ്, LED ആണ്. അതുപോലെ ടോപ്പിൽ നമുക്ക് DRLs ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് പക്ഷേ ഫോഗ് ലാംപ്സ് കാണുന്നില്ല. അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നോർമൽ ടിയാഗോയിൽ നമുക്ക് എന്തായാലും ആ ഒരു ഫോഗ് ലാംപ്സിൻ്റെ ചെറിയ സംഭവം ഒരു ബമ്പറിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് അല്ലാതെ ക്യാമറയുടെ ഒരു ചെറിയ കട്ടൗട്ട് നീക്കി ലോഗോയുടെ താഴെ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ കാണാൻ പറ്റും.
ഇനി ടിയാഗോ ഇവിയുടെ റിയർ ആൻഡ് സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. സൈഡ് ഡിസൈൻ ഇൻഫാക്റ്റ് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതിപ്പോൾ നോർമൽ ടിയാഗോയിലും വ്യത്യാസം ഇല്ലായിരുന്നല്ലോ. ഇവിടെ നമുക്ക് അലോയ് വീൽസിൻ്റെ ഡിസൈൻ അഗൈൻ മാറിയിട്ടുണ്ട്. അത് മറ്റേ എയറോ ഇൻസേർട്സ് ഉള്ള പോലത്തെ ഒരു കവറാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടിയാഗോ ഇവിയിൽ ആക്ച്വലി അലോയ്സ് പോലത്തെ ഒരു ഡിസൈനും ഉള്ളത്. അലോയ്സ് അല്ല, അവർ ജസ്റ്റ് എയറോ കവർ കൊടുത്തിട്ട് 14 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇനി 15 ഇഞ്ച് വീൽസ് വരുമെന്ന് അറിയില്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല 14 ആണോ 15 ആണോ എന്നുള്ളത്. എന്തായാലും ആദ്യം ടിയാഗോ ഇവി ഇറങ്ങിയ സമയത്ത് 15 ഇഞ്ച് വീൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരത് എന്തിനാണ് എഫിഷ്യൻസിക്ക് വേണ്ടി ആയിരിക്കും മാക്സിമം റേഞ്ച് കിട്ടാൻ അത് 14 ഇഞ്ച് ആക്കിയായിരുന്നു. ഇനി അതല്ലാതെ ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് നോക്കുകയാണെങ്കിൽ അവിടെ മാത്രമേ നമുക്ക് നോർമൽ ടിയാഗോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ നോർമൽ ടിയാഗോ ടു ഇലക്ട്രിക് വരുമ്പോഴേക്കും ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഒരു ബോഡി കളർ ആക്കിയ പോലെ ഇതിൻ്റെ അകത്ത് ബാക്കിലത്തെ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ ഒരു എലമെൻറ്റ് മറ്റേ ടിയാഗോയിൽ ബ്ലാക്ക് ആയിരുന്നു, അവർ ഇപ്രാവശ്യം ഒരു റെഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ അഗൈൻ അതിൻ്റെ അകത്ത് ലൈറ്റ് ഒന്നും കത്തില്ല, പക്ഷേ മൊത്തത്തിൽ റെഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഒറ്റ പാനലായിട്ട് പോകുന്ന പോലെ തോന്നും, മൊത്തം ഒരു കണ്ടിന്യൂസ് ഇതുപോലെ. ഓർ മേ ബി മറ്റതും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്ത് ആ ലൈറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ മൊത്തം വണ്ടിയുടെ കളർ പിങ്ക്, ഒരിത്തിരി ആ ഒരു ടോൺ, അതായത് റെഡ് സ്റ്റോൺ അതിൻ്റെ അകത്ത് അങ്ങനെ വരേക്ക് കാണുന്നില്ല. സോ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. അങ്ങനെ ഇവരിപ്പോൾ ജസ്റ്റ് ടീസർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതാണ് നമുക്ക് പുതിയ ടിയാഗോയുടെയും ടിയാഗോ ഇവിയുടെയും എക്സ്റ്റീരിയർ ലുക്സ് വരുന്നത്. ബാക്കിൽ ടിയാഗോ ഡോട്ട് ടി വി ബാഡ്ജിങ്, മറ്റേ വണ്ടിയിൽ ടിയാഗോ ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട്. സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർ പണ്ട് ഒരു അപ്ഡേറ്റ് ഇറക്കിയപ്പോൾ തൊട്ട് അങ്ങനെ സെൻട്രലായിരുന്നു ബാഡ്ജ് ചെയ്ത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇറക്കുന്ന ഇത്രയും കാലം വരെ ടീസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ടീസർ ജസ്റ്റ് വന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ടാറ്റ ആയതുകൊണ്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവരിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ടീസ് ചെയ്തുകൊണ്ടിരിക്കും. മെയ് 28 ലോഞ്ച് എന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ടീസ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. സോ ടീസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ അവരെല്ലാം കാണിക്കും. ഇത് നമ്മുടെ അൾട്രോസിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്, ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി കാണിച്ചതാണ്. അൾട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ടാറ്റ ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് മാറ്റിയായിരുന്നു. പക്ഷേ അകത്തുള്ള മെയിൻ കോമ്പണൻസ് ഒന്നും മാറ്റിയില്ല. അവർ ജസ്റ്റ് എക്സ്റ്റീരിയർ കാണാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റി. പക്ഷേ എന്നാൽ നമുക്ക് അത്യാവശ്യം നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച് തോന്നുന്ന രീതിയിലാണ് വ്യത്യാസം വരുത്തിയത്. ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ പുതിയ ടിയാഗോയിലും ഇൻസ്പിറേഷൻ എടുത്ത് ഡിസൈൻ ചേഞ്ച് വരുത്താൻ പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ടിയാഗോയുടെ ഡാഷ്ബോർഡിലോട്ട് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. നമുക്ക് പുതിയ 10 ഇഞ്ചസിൻ്റെ സ്ക്രീനൊക്കെ അവർ അഗൈൻ കഴിഞ്ഞ അപ്ഡേറ്റിൽ കൊടുത്താണ്. ഈ പുതിയ സ്റ്റിയറിംഗ് വീൽ കഴിഞ്ഞ അപ്ഡേറ്റിൽ കൊടുത്താണ്. നടുവിൽ നമുക്ക് ടിയാഗോ ബാഡ്ജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ AC ഉണ്ട്, മാനുവൽ ഡൈനാറ്റ് IRVMs വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ RVMs, ക്രൂസ് കൺട്രോൾ ഇതിൻ്റെ അകത്തില്ല, ടിഗോറിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിയത്. ഇനി ഇതിൻ്റെ അകത്ത് അവർക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി 360 ക്യാമറയുടെ കേസ് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ അവർക്ക് നമ്മുടെ ഓട്ടോ ഡിമിങ് ആർഗ്യൂംസ് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്ന നമ്മുടെ ഓട്ടോ AC കൺട്രോൾസ് എല്ലാം ഫിസിക്കൽ നോബ്സ് ആണ്. അത് ചിലപ്പോൾ അവർ പഞ്ചിനകത്ത് മാറ്റി അതുപോലെ നമ്മുടെ നെക്സോണിലൊക്കെ മാറ്റിയതുപോലെ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രോൾസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതിനുവേണ്ടി ആ പാനലും ചിലപ്പോൾ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. മൊത്തത്തിലുള്ള ഡാഷ്ബോർഡിലും ഇതൊരു ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് ടാറ്റ അവരുടെ ഇതിൻ്റെ ആഡിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് അധികം ചേഞ്ചസ് നമുക്ക് ഡാഷ്ബോർഡിലായിട്ടുള്ളത്, അതായത് അൾട്രോസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയുമൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്. ഇനി മെക്കാനിക്കൽ ആസ്പെക്ട്സിൽ പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ പറഞ്ഞു സെയിം ആണ്. പിന്നെ നോർമൽ ടിയാഗോ, അതായത് പെട്രോൾ CNG വണ്ടി എടുക്കുകയാണെങ്കിൽ സെയിം 1.2 ലിറ്റർ റെവട്ടൺ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും. വേറെ എഞ്ചിനിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇലക്ട്രിക്കിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ഡിഫറൻസ് ആക്ച്വലി വരാം. കാരണം 5 EVയുടെ ഫേസ് ലിഫ്റ്റ് ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് സിലിണ്ടറിക്കൽ സെൽസ് ആയിരുന്നു, ഒരു പ്രിസ്മാറ്റിക് സെൽസ് ആക്കി. അങ്ങനെ 25 kWh 35 kWh ബാറ്ററി പാക്ക് ആയിരുന്ന വണ്ടികളുടെ സൈസ് 30 kWh 40 kWhയിലേക്ക് മാറി, അതായത് സൈസ് കൂടി. അതുകൊണ്ട് തന്നെ റേഞ്ചും കൂടി. ടിയാഗോ EV നമുക്കിപ്പോൾ 19 kWh 24 kWh ബാറ്ററി പാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ചിലപ്പോൾ അവർ സൈസ് കൂട്ടി ഒരു എൻട്രി ലെവൽ മോഡൽ ഏകദേശം ഒരു 22-23 അല്ലെങ്കിൽ ആ റേഞ്ചിലേക്കും, അതുപോലെ ലോങ് റേഞ്ച് മോഡൽ 28-30 kWhന്റെ ഇടയിലേക്കും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ടിയാഗോ EVയിൽ കുറച്ചുകൂടി റേഞ്ചും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ അകത്തും ഇപ്പോൾ അവർ സിലിണ്ടറിക്കൽ സെൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ ഇത്ര അപ്ഡേറ്റ്സ് ആണ് ടാറ്റയുടെ പുതിയ ടിയാഗോ ഫേസ് ലിഫ്റ്റിനെ പറ്റി കിട്ടിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടൈം ചെക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.